ഹലോ ഗെയ്സ്, ഇന്നൊരു സ്വാദിഷ്ടമായ രുചികരമായ മാമ്പഴപ്പുളിശ്ശേരിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഓക്കെ, നല്ല പഴുത്ത തുടുത്ത നാടൻ മാമ്പഴം തൊലിയൊക്കെ ചെത്തിയിട്ട് ശുന്തിരി മണികളായിട്ട് മാമ്പഴക്കുട്ടന്മാർ പുളിശ്ശേരിയുടെ തേങ്ങ അരപ്പിലോട്ട് മുങ്ങി കുളിക്കാൻ വേണ്ടി റെഡി മണിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. മൺചട്ടിയിലാണ് മാമ്പഴം വേവിക്കാൻ വെക്കുന്നത്. അല്പം വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുക. അരപ്പിനുള്ള കൂട്ടുകൾ എന്തൊക്കെയാന്ന് നോക്കാം. തേങ്ങ, വേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം. അരച്ചെടുക്കാനായിട്ട് ഇനി അല്പം തൈരും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കാം. മാമ്പഴമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ശർക്കരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര ഉരുകി കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നെയ്യും കൂടി അല്പം ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചേർത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് അരച്ച അരപ്പും കൂടി അതിലോട്ട് ഇടുകയാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി താളിച്ചെടുക്കാനായിട്ട് എന്തൊക്കെ ഐറ്റംസ് വേണ്ടതെന്ന് നോക്കാം. ഉലുവ, വേപ്പില, ഉണക്കമുളക്. ചട്ടി വെച്ചിട്ട് അല്പം നെയ്യ് ഒഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടിക്കുക. കടുകൊക്കെ വെടിക്കെട്ട് പോലെ പൊട്ടി തീർന്ന് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള ഐറ്റംസും കൂടി ഉലുവയും വേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ താളിച്ചെടുത്ത ശേഷം നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലോട്ട് എല്ലാം കൂടിയിട്ട് ഒഴിച്ച് സെറ്റാക്കി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാർ. വാവ്, സൂപ്പർ സ്റ്റാർ മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല കളർഫുള്ളായിട്ടുണ്ട്. സ്വാദേറിയ രുചികരമായ കിടിലം ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഊണ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ചോറൊക്കെ വിളമ്പി വെച്ചിരിക്കുകയാണ്. മാങ്ങ അച്ചാറ്, കൊണ്ടാട്ടം വറുത്തത്, മാമ്പഴ പുളിശ്ശേരി. ഇന്നത്തെ ഊണ് കഴിക്കൽ കുശാലായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.